കോഴ്സ് ഔട്ട്കം 3 ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്സിന്റെ കോഴ്സ് ഔട്ട്കം 3 ഒരു പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. കപ്പാസിറ്റൻസിന്റെ വാല്യൂ ആണ് 25 മൈക്രോഫാരഡേ ആയിട്ട് തന്നിട്ടുള്ളത്. അതിന് പാരലൽ ആയിട്ട് ഒരു 6ഉം L ഉണ്ട്. മെർക്കുറി വേപ്പർ ലാമ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 25 × 10 കാതം -6. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കാണാൻ 1/2πfc 1 × 3.14 × 50 × 25 × 10 കാതം -6 എന്ന് പറയുമ്പോൾ 28.52 ഓം കിട്ടും. അപ്പോൾ 240 തന്നെയാണല്ലോ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ളത്. അപ്പോൾ അതിലെ കറണ്ട് കണ്ടുപിടിക്കാം. 240/28.52952 എന്ന് പറയുമ്പോൾ 1.885 ആംപിയർ കിട്ടും. ഇനി പവർ എന്ന് പറയുന്നത് 4000 ആണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വോൾട്ടേജ് 240 ആണ്. കറണ്ട് കാണാൻ വേണ്ടി അത് ടോട്ടലായി കാണാൻ വേണ്ടിയിട്ട് W / 400 / 240 × cos phi 1 ആണ്, യൂണിറ്റി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1.667 ആംപിയർ കിട്ടും. ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ V എന്ന് പറയുന്നതിൽ നിന്ന് 90 ഡിഗ്രി വെക്റ്റർ ഡയഗ്രാം IC ലീഡ് ബൈ 90 ഡിഗ്രി. വിക്ക് ലീഡാണ് IC, കറണ്ട് ത്രൂ കപ്പാസിറ്റർ. കറണ്ട് I1 ഇൻ സീരീസ്, I1 കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ത്രൂ എ സീരീസ് സർക്യൂട്ടാണ്. R ഉണ്ട് L ഉണ്ട്. അപ്പോൾ ലാഗ് V/φ എന്ന് പറയുന്ന ആംഗിളിലാണ് I1 ലാഗ് ചെയ്തെടുക്കുന്നത്, ഇൻഡക്ടർ ആയതുകൊണ്ടാണ്. φ1 എന്ന് പറയുന്നത് പവർ ഫാക്ടർ ആംഗിൾ ഓഫ് എ സീരീസ് സർക്യൂട്ടാണ്. ICയുടെയും Iൻ്റെയും കൂടെ വെക്റ്റർ സമ്മാണ് I എന്ന് പറയുന്നത്. വെക്റ്ററായിട്ട് പാരലോഗ്രാം വരച്ചിട്ടില്ല, ജസ്റ്റ് വരച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ tan φ1 എന്ന് പറഞ്ഞാൽ IC/I ആണ്. 1.885 കണ്ടതാണ്. ഡിവൈഡ് ബൈ ടോട്ടൽ കറണ്ട് 1.66, 1.1377 ആണ്. 48 ഡിഗ്രി ലാഗിലാണ് കിടക്കുന്നത്. അതായത് φ1 കാണുകയാണ് ചെയ്യുന്നത്. φ1 കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം tan ഇൻവേഴ്സ് ഓഫ് 1. tan ഇൻവേഴ്സ് ഓഫ് 1.133 കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്, അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്ന സാധനം ഈസ് എ വെക്റ്റർ സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റീവ് ലാമ്പ് in phase with I1 and voltage drop across the coil which is lead by I1 by 90 degree ആണ്. voltage across the lamp is V cos phi ആണ്. V എന്ന് പറയുന്നത് 240 ആണ്. 240 ഇൻറ്റു കോസ് 48.5, 240 ഇൻറ്റു 0.662 159 വോൾട്ട് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.